എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല ചക്കക്കുരുമാങ്ങ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ചക്കക്കുരുമാങ്ങ കറി. ഇതിപ്പോൾ ചക്കയും ചക്കക്കുരുവും ഒക്കെ വളരെ സുലഭമായി കിട്ടുന്നൊരു സമയമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഈ കറി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആദ്യമായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വേകുന്ന ചക്കക്കുരുവാണ്. ഇത് നമുക്കിതൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചക്കക്കുരു പൊളിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ റെഡ് കളറിലുള്ള പോർഷൻ, അതൊരിക്കലും നമ്മൾ നന്നായിട്ട് ചീകി കളയരുത്. ഇതാണ് ഇതിൻ്റെ ഗുണമുള്ള ഒരു സംഭവം. എന്നാന്ന് ചോദിച്ചാൽ ഇത് കളയാതിരുന്നാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഇതിൻ്റെ ഗുണമുള്ളത് ഈ റെഡ് കളറിലാണ്. അതൊരിക്കലും നിങ്ങൾ വെള്ളയായിട്ട് ഇതൊന്ന് ചിരണ്ടി കളയാൻ നോക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ കറി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാസിൻ്റെയും പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഇതിൻ്റെ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത് ഈ തൊലിയിലാണ്. ഇത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് പലരും ഇത് നന്നായിട്ടൊന്ന് ചിരണ്ടി കളഞ്ഞിട്ടാണ് കറി വയ്ക്കുന്നത്. ഇതുപോലെ ചെയ്യുക. നമുക്കിതൊന്ന് കഴുകി അടുപ്പത്ത് വയ്ക്കാം. ഇപ്പോൾ ഞാൻ ചക്കക്കുരുവൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് ഒരു മാങ്ങയുടെ ആവശ്യം എനിക്കുണ്ട്. എനിക്കൊരു മാവുണ്ട്. അതിൽ നിന്നൊരു മാങ്ങ പറിക്കാം. ഇതാണ് എൻ്റെ മാവ്. ഞാൻ അതിൽ നിന്നൊരു 2 മാങ്ങ പറിക്കുന്നുണ്ട്. ഇതിപ്പോൾ മാങ്ങ ഇത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇതിൻ്റെ അണ്ടിയൊന്നും ഉറച്ച് വന്നിട്ടില്ല. കണ്ണിമാങ്ങയാണ്. എങ്കിലും എനിക്കിപ്പോൾ ചക്കക്കുരുവിനകത്ത് ഇടേണ്ടത് കൊണ്ട് ഞാൻ 2 മാങ്ങ ഇതിൽ നിന്ന് പറിക്കുകയാണ്. നമുക്കതൊന്ന് പറിച്ചെടുക്കാം. കണ്ടോ, ഇതാണ് മാങ്ങ. ഇതിൻ്റെ കറയൊക്കെ കണ്ടോ, ചെറിയ മാങ്ങ. ഇത് ആയി വരുന്നതേ ഉള്ളൂ. ഇത് നമുക്കിതൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ചക്കക്കുരു ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുരിങ്ങക്കോലും കുറച്ച് ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 5 ചുവന്നുള്ളി ഞാൻ ഇതൊന്ന് നടുവേ മുറിച്ചിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കിടന്ന് ഈ മുരിങ്ങക്കായും കൂടി ഒന്ന് വെന്ത് വരട്ടെ. മുരിങ്ങക്കായ്ക്ക് വലിയ വേവൊന്നുമില്ല. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾക്കിത് കടുക് വറക്കുന്ന സമയത്താണെങ്കിലും ഈ മാങ്ങ മൂപ്പിച്ച് അരപ്പൊക്കെ ചേർത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് നടുവേ കീറി ചെറുതായിട്ട് അരിഞ്ഞു ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതുകൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വെന്തെടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്യണേ. ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചോറുന്നു. കുട്ടികൾ ഇഷ്ടം പോലെ ചോറുന്നു. നല്ലൊരു കറിയാണ് ഇത്. അടച്ച് വെച്ച് വേവിക്കാം. ഒരു ഉണക്കമീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ, ചക്കക്കുരു മാങ്ങായി ഉണക്കമീൻ വറുത്ത കറിയും ഉണ്ടെങ്കിൽ ഞങ്ങൾ കോട്ടയംകാർക്കൊക്കെ വളരെ സ്പെഷ്യലായ ഒരു കറിയാണിത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വേകുന്ന ഈ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ തേങ്ങാപ്പാൽ ഒന്ന് കലക്കിയെടുക്കാം. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ചൂട് വെള്ളത്തിലാണ് ഇത് ചാലിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കട്ടകളൊന്ന് ഉടച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചാലിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരല്പം വെള്ളം കൂടി എനിക്ക് ആവശ്യമുണ്ട്. അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട് നമ്മൾ ആദ്യമേ ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് വേണം ഇതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. ചൂട് വെള്ളത്തിൽ വേണം തേങ്ങാപ്പാൽ കലക്കിയെടുക്കാൻ. ഇനി ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം.
ഈ കടുക് ഒന്ന് നന്നായി പൊട്ടി വരണം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഈ ഉലുവയും കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഇതിപ്പോൾ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഈ ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ചക്കക്കുരു മാങ്ങ കറിക്ക് വെളുത്തുള്ളിയും ചെറിയ ജീരകവുമാണ് മെയിനായിട്ട് വേണ്ടത്. ഞാൻ അരച്ച് ചേർക്കാത്തത് കൊണ്ട് ഇതിനകത്ത് പൊടികളാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളക് ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് ഞാനൊരു 10 കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ച് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്ത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവോളയാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി. ഞാനിവിടെ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം, പെട്ടെന്നൊന്ന് വഴന്നു വരുന്നതിന് വേണ്ടി. ഇനി ഒരു അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്നു വരണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ കപ്പിന് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഒന്ന് ഇളക്കി കൊടുക്കണേ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി വേകുന്ന ചക്കക്കുരുവായിരുന്നു ഇത്. എനിക്ക് പേടിയായിരുന്നു ഇത് നന്നായി വേകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നേ. പക്ഷെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെന്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് പ്ലാവൊന്നുമില്ല. ഞങ്ങളുടെ ചേട്ടൻ്റെ മോൾ ഇന്നലെ എനിക്ക് തന്ന ചക്കക്കുരു ഇത്. അപ്പം ഞാനോർത്ത് അതൊന്ന് കറി വെച്ചേക്കാമെന്ന് വെച്ചു. ചക്കക്കുരു മാങ്ങ കറി ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് കറി വെക്കാമെന്ന് നോക്കിയതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക റെസിപ്പി. നിങ്ങളിതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കലക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ ചാലിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ചു കഴിഞ്ഞാൽ കറി തിളയ്ക്കാൻ പാടില്ല. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. ഇതാണ് കറിയുടെ ഫൈനൽ ലുക്ക്. ഈ കറി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്. നിങ്ങളുടെ ഒരു ലൈക്കും ഒരു കമൻറ്റും എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിന് വളരെ പ്രചോദനകരമാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് തരാൻ മറക്കരുത്. നാളെ ഇതേ സമയം നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.